സാക്ഷിയെ വിളിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പൈനാപ്പിൾ മതി. ആ എന്നാ എനിക്ക് സെയിം. 3 പേർക്കും പൈനാപ്പിൾ ജ്യൂസ് കൂടി വേണം. ശരി സാർ, ശരി. സച്ചിനോടൊപ്പം ഒരുമിച്ചൊരു ജീവിതം, അതിനെ എത്ര നാൾ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം സച്ചി. ആണോ? ആ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആ, അത് നന്നായി. ഒരു കാര്യം ചെയ്യാം, നേരെ കോടതിയിലേക്ക് കയറി വന്നോളൂ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ആ ശരി ശരി, ഓക്കെ. എന്തോ വലിയ എമർജൻസി കോളായിരുന്നു തോന്നല്ലോ. അതെ, ഇതൊരു ഞെട്ടിക്കുന്ന കോളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രഹ്മാസ്ത്രം, അതാ വിളിച്ചത്. എന്റെ അവസാനത്തെ തുറപ്പ് ചീട്ടാ അത്. വക്കീലേ, ഇനിയെങ്കിലും അത് ആരാണെന്ന് എന്നോട് പറഞ്ഞൂടെ? നോ, ശേഷം കോടതി മുറിയിൽ. ഈ കേസ് നമ്മൾ തോൽക്കുമോ മൂർത്തി? ഇല്ല മാഡം, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നമ്മൾ ജയിക്കും. സന്ദീപ് ഒന്ന് സാക്ഷി പറഞ്ഞാലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം അയാൾ സച്ചിയുടെ അനിയനാ. ഇതെല്ലാം അവരുടെ പ്ലാനിംഗ് ആണെന്ന് വരുത്തി തീർക്കാൻ നമുക്ക് സാധിക്കും. ഇനി അഥവാ ഇവിടെ തോറ്റാലും നമുക്ക് അപ്പീൽ പോകാൻ സാധിക്കുമല്ലോ. സുപ്രീം കോടതി വരെ കോടതി ഉണ്ടല്ലോ. അങ്ങനെ തോൽക്കാൻ പറ്റില്ല മൂർത്തി. എന്തൊക്കെ വിറ്റുമുടിച്ചിട്ടായാലും ഈ കേസ് ജയിക്കണം. ആ ഒരു ചിന്ത മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. അല്ല, കോടതിയുടെ സമയമായി, നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞാൻ വരുന്നില്ല മൂർത്തി. നമ്മൾ പ്രതിഭാഗമാണ്, അങ്ങനെ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല മാഡം. നമ്മുടെ വിജയത്തിനുള്ള ചാൻസ് ഇപ്പോഴും 1% പോലും കുറഞ്ഞിട്ടില്ല. നമ്മൾ ജയിക്കുമെന്ന് തന്നെയാ വക്കീൽ പറഞ്ഞേ. അഡ്വക്കേറ്റ് ആരതി ചെകുത്താന്റെ സന്തതി അവള്. ആ സച്ചിക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. അവൾക്കൊക്കെ വേണ്ടത് എന്റെ ചോരയാ. അതിനവന്തികം മരിക്കണം. സാക്ഷിയുടെ വിവരങ്ങൾ പ്രതിഭാഗത്തിന് നൽകിയിട്ടുണ്ടോ? യുവർ ഓണർ, ഇപ്പൊ തന്നെ നൽകുന്നതാണ്. പ്രതിഭാഗത്തിന് വേറെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? നോ യുവർ ഓണർ, എല്ലാം ഇതിനകം ബോധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാക്ഷി ഹാജരായിട്ടുണ്ടോ? യെസ് യുവർ ഓണർ.
സാക്ഷിയെ വിളിച്ചോളൂ. വരൂ. ഇതാണ് സാക്ഷി. കയറിക്കോളൂ. യുവർ ഓണർ, സാക്ഷി റെഡിയാണ്. ആദ്യം മുഖത്തെ ആ മുഖാവരണം ഒന്ന് മാറ്റൂ. സാക്ഷി ആരാണെന്ന് എല്ലാരും കാണട്ടെ. അളിയ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ അളിയാ? ഒന്ന് ഉഷാറുണ്ടേ. വേൾഡ് കപ്പല്ലേ വരാൻ പോകുന്നത്. ഈ മഴയത്തും കേരളം മൊത്തം അതിന്റെ ചൂടില്ല. അപ്പോഴാണ് അളിയന്റെ ഒരു മൂഡ് ഓഫ്. രാജീവിന്റെ ആവേശം എനിക്ക് മനസ്സിലാവും. കേരള പോലീസിന്റെ ടീമിലെ ടോപ്പ് പ്ലെയർ അല്ലേ? അളിയനും മോശമൊന്നും അല്ലല്ലോ. ജോലി കിട്ടുന്നവരെ ഫുട്ബോൾ ക്ലബിലെ സജീവമായിരുന്ന ആളല്ലേ? മറ്റെല്ലാം മറന്ന് അല്പനേരം മനസ്സൊന്ന് ഫ്രീ ആക്കാൻ ഞാനും 11-ാം തീയതി കാത്തിരിക്കുക. ആ പിന്നെ ഇത്തവണ നമ്മുടെ C5-ലും കേരളത്തിലും കളി കാണുകയും ചെയ്യാമല്ലോ. അപ്പോ ഇത്തവണത്തെ വേൾഡ് കപ്പ് കേരളത്തിനൊപ്പം 11-ാം തീയതി നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാം. ആരും മറക്കില്ലല്ലോ.